ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 36 പരശുരാമചരിതം. അത്രേ പുത്രതയാ പുരാ ത്വാമനസൂയായാം ഹി ദത്താഭിദോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ട്വാ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രഥായ ദദിധാസ്യേനൈവ ചാന്തേവധം. പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരിൽ ജനിച്ച അങ്ങ് ശിഷ്യന്മാരുടെ ശല്യം നിമിത്തം മനസ്സുമടുത്ത് സ്വസ്ഥനായി പത്നിയൊന്നിച്ച് ആത്മധ്യാനത്തിൽ മുഴുകി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഏറ്റവും ഭക്തനും ഹേഹയരാജാവുമായ കാർത്തവീര്യാർജുനനെ കാണുകയും അദ്ദേഹത്തിന് ഐശ്വര്യങ്ങളും അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളാൽ തന്നെ വധവും വരമായി കൊടുക്കുകയും ചെയ്തു. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷു വരജ പിത്രോരഥാ സമ്മതം. ദുഃഖഹരനായ ഭഗവാനെ, കാർത്തവീര്യാർജുനന് കൊടുത്ത വരം സത്യമാക്കി തീർക്കാനും ബ്രാഹ്മണവിദ്വേഷികളും അർജുനന്റെ ശക്തി മൂലം അടങ്ങി വാണിരുന്നവരും ഭൂമിദേവിക്ക് ഭാരമായി തീർന്നിരുന്നവരുമായ ക്ഷത്രിയകുലത്തെ മുഴുവൻ നിഗ്രഹിക്കാനുമായി അങ്ങ് ഭൃഗുകുലത്തിൽപ്പെട്ട ജമദഗ്നി മഹർഷിയുടെയും പത്നിയായ രേണുകയുടെയും ഏറ്റവും ഇളയ പുത്രനായി രാമൻ എന്ന നാമത്തിൽ ജനിക്കുകയും മാതാപിതാക്കൾക്ക് ആഹ്ലാദമുണ്ടാക്കുകയും ചെയ്തു. ലബ്ധാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദികസോദരൈ സമമിമാം ചിത്വാ ദശാന്താൽ പൃഥുസ്തേക്ഷാം ജീവനയോഷമാപിതവരം മാതാച്ചതേതാദ്വരാൻ. 14 വയസ്സിൽ എല്ലാ വേദസമൂഹങ്ങളും പഠിച്ച അങ്ങ് ഗന്ധർവരാജനായ ചിത്രരഥനിൽ മനസ്സുകൊണ്ട് ആസക്തയായി തീർന്ന മാതാവിനെയും പിതാവിൻ്റെ ആജ്ഞ ലംഘിച്ച് സ്വന്തം സഹോദരന്മാരെയും ക്രോധാകുലനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേട്ട് ശിരച്ഛേദം ചെയ്യുകയും പിന്നീട് ശാന്തനായ പിതാവിൽ നിന്ന് അവർക്ക് പുനർജന്മമാകുന്ന വരം സംലബ്ധമാക്കുകയും ചെയ്തു. കൃതജ്ഞയായി മാതാവും അങ്ങയ്ക്ക് വരങ്ങൾ നൽകി. പിത്രാ മാതൃമുദേസ്തവാഹൃദവിദേനോർനിജാതാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാ ഹിമഗിരാ വാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജാശ്ചേതി മഹാശ്രാദികം പ്രാപ്തോ മിത്രമദാകൃതഃ വൃണമുനീം പ്രാപ്യാഗമസ്വാശ്രമം. മാതാവായ രേണുകയുടെ സംതൃപ്തിക്കു വേണ്ടി ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് സ്വപിതാവ് സ്തോത്രങ്ങളാൽ പ്രസാദിപ്പിച്ചു കൊണ്ടുവന്ന കാമധേനുവോടുകൂടിയ സ്വന്തം ആശ്രമത്തിൽ നിന്ന് അങ്ങ് യാത്ര പുറപ്പെടുകയും ഹിമാലയ പർവ്വതത്തിലെത്തി പരമശിവനെ തപസ്സു ചെയ്ത്
അദ്ദേഹത്തിൻ്റെ പരശുവെന്ന ആയുധം നേടുകയും ശിവന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു അസുരനെ കൊന്ന് വീണ്ടും ദിവ്യായുധങ്ങൾ നേടുകയും പിന്നീട് അകൃതവൃണൻ എന്നു പേരായ മഹർഷിയെ മിത്രമായി നേടി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ആഖേടോ ഭഗതോർജുനസുരഗവി സംപ്രാപ്ത സമ്പൽഗണൈസ്തോൽപിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രതും സജീവം നിയുക്തകുതിയാ തേനാഭിരുന്ധൻ മുനിപ്രാണക്ഷേപ സരോഷഗോഹത ചമുച്ചക്രേണ വത്സോ ഹൃദ. വേട്ടയാടാൻ വനത്തിലെത്തിയ കാർത്തവീര്യാർജുനനെ അങ്ങയുടെ പിതാവായ ജമദഗ്നി മഹർഷി കാമധേനുവിൽ നിന്ന് ലഭിച്ച വിവിധ വിഭവങ്ങളാൽ സൽക്കരിച്ചു. അനന്തരം കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ രാജാവ് ദുർമതിയായ മന്ത്രിയുടെ വാക്കുകേട്ട് കാമധേനുവിനെ കൊണ്ടുവരാൻ മന്ത്രിയെ തന്നെ നിയോഗിച്ചു. അക്രമം തടഞ്ഞ ജമദഗ്നിക്ക് ജീവാപായം പിണഞ്ഞതുകൊണ്ട് കോപിഷ്ഠയായ ധേനു ഒട്ടേറെ ഭടന്മാരെ സൃഷ്ടിക്കുകയും അവർ കുപിതയായ മന്ത്രിയുടെ സേനാനികളെ മുഴുവൻ നിഗ്രഹിക്കുകയും ചെയ്തു. കാമധേനുവിൻ്റെ ശിശു മന്ത്രിയാൽ അപഹരിക്കപ്പെട്ടു. ശുക്രോ ജീവിതതാതവാക്യചലിത ക്രോധോദസഹ്യാസമം ബിഭ്രദ്യാതമഹോദരോപനിഹിതം ചാപങ്കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷീക്ഷിതിപദൗ സംപ്രാപ്സ്തുദാസങ്കരം. ശുക്രാചാര്യനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ജമദഗ്നി മഹർഷിയുടെ വാക്കുകൾ കേട്ട് അങ്ങ് കോപം മൂലം ജ്വലിക്കുകയും സ്മരണമാത്രയിൽ മഹോദരൻ കൊണ്ടുവന്ന അമ്പും വില്ലും പരശുവും ധരിച്ച് സുഹൃത്തായ അകൃതവൃണനോടുകൂടി രഥാരൂഢനായി കാർത്തവീര്യ രാജധാനിയായ മഹിഷ്മതിയിലെത്തുകയും ചെയ്തു. നല്ല വാക്കുകൾ പറഞ്ഞിട്ടും പശുക്കുട്ടിയെ തിരികെ കിട്ടാതായപ്പോൾ അങ്ങ് യുദ്ധം ആരംഭിച്ചു. പുത്രാണാമയുധേന സപ്തദശഭിശ്ചക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധന സദ്യസ്ത്വൽക്കുഠാരബാണവിദളൻ നിശേഷ സൈന്യോൽക്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയ സ്തോമാപദധ്യേഹയാ. 10,000 പുത്രന്മാർ, 17 അക്ഷൗഹിണി ഭടന്മാർ, മഹാപരാക്രമികളായ സേനാധിപന്മാർ, അനേകം മന്ത്രിമാർ എന്നിവരോടൊത്ത് കാർത്തവീര്യാർജുനൻ ഉഗ്രസമരം ചെയ്തെങ്കിലും അവസാനം അങ്ങയുടെ ബാണങ്ങളും ശക്തിപ്രഹരവുമേറ്റ് ചിന്നിച്ചിതറി നശിച്ച് സൈന്യത്തോടും ഭയന്നോടിയ ബാക്കിയുള്ള പുത്രന്മാരോടും കൂടിയവനായപ്പോൾ അങ്ങയെ സ്വയം എതിർത്തു. ലീലാവാരിത നർമ്മദാ ജലവലൽ ലങ്കേശഗർവാബഹൻ ശ്രീമൽ ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരന്തന്നമും ചക്രേ ത്വയ്യദ വൈഷ്ണവേഭി വിഫലേ ബുദ്ധോ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിദ സർവദോഷമവധി സോകാൽപരം തേ പദം. വിനോദത്തിനു വേണ്ടി അനായാസം തടഞ്ഞു നിർത്തിയ നർമ്മദാജലത്തിൽപ്പെട്ട് നീന്തിത്തളർന്ന രാവണന്റെ അഹങ്കാരം കുറച്ച കാർത്തവീര്യാർജുനൻ തൻ്റെ 1000 കൈകളിൽ നിന്ന് വർഷിച്ച ആയുധങ്ങളും വൈഷ്ണവചക്രം പോലും അങ്ങയിൽ ഫലിക്കാതെ വന്നത് കണ്ടപ്പോൾ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് ഊഹിക്കുകയും സന്തോഷപൂർവം അങ്ങയെ ധ്യാനിക്കുകയും ചെയ്തു. അങ്ങാകട്ടെ അവൻ്റെ 1000 കരങ്ങൾ ഛേദിച്ച് അവനെ കൊന്നു. അവൻ അനന്തരം അങ്ങയുടെ പരമപദം പ്രാപിച്ചു. ഒരിക്കൽ നർമ്മദാ തീരത്ത് രാവണൻ വസിക്കെ നർമ്മദയിൽ ജലക്രീഡ ചെയ്യുന്ന കാർത്തവീര്യൻ തൻ്റെ 1000 കൈകളെക്കൊണ്ട് ചിറകെട്ടിയെന്നും നർമ്മദാ നടത്തിൽ വെള്ളം പൊങ്ങി രാവണൻ അതിൽ മുങ്ങി തുടിച്ച് കുഴങ്ങിയെന്നും മറ്റുള്ള കഥ പ്രസിദ്ധം.
ഭൂയോ മർഷദഹേഹയാത്മജഗണൈസ്താദേഹദേ രേണുകാമാജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. പിന്നീട് അമർഷം പൂണ്ട് കാർത്തവീര്യാർജുന പുത്രന്മാർ ജമദഗ്നിയെ നിഗ്രഹിച്ചപ്പോൾ പലവുരു നെഞ്ചത്തലച്ചു കേഴുന്ന രേണുകയെ കണ്ട് അങ്ങ് ഘോരമായൊരു ശബ്ദം ചെയ്യുകയും സ്മരിച്ചു വരുത്തിയ രഥം, ആയുധങ്ങൾ എന്നിവയോടുകൂടിയ എല്ലാ ദിക്കിലും സഞ്ചരിച്ച് ബ്രാഹ്മണ ശത്രുക്കളായ ക്ഷത്രിയവർഗത്തെ പരശുകൊണ്ടും ശരങ്ങൾ കൊണ്ടും സംഹരിച്ച് ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. താതോ ജീവനഹൃന്ന നൃപാലകുലം ത്രിസപ്തകൃത്വാജയൻ സന്ദർപ്യാദ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഖേ മൃദൂൻ യജ്ഞേഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സ്വാലേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാൽ കുമാരൈർഭവാൻ. പിതാവിന് പുനർജീവൻ കൊടുക്കുകയും ക്ഷത്രിയകുലത്തെ മുഴുവൻ 21 വട്ടം നശിപ്പിക്കുകയും ചെയ്ത അങ്ങ് സമന്തപഞ്ചകത്തിലെ രക്തക്കുളത്തിൽ പ്രതുക്കൾക്ക് തർപ്പണം ചെയ്യുകയും യജ്ഞമധ്യേ ഭൂമി മുഴുവൻ കാശ്യപാദികളായ മഹർഷിശ്രേഷ്ഠന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് സ്വാലനോട് യുദ്ധം ചെയ്ത് അനന്തരം ശ്രീകൃഷ്ണൻ സ്വാലനെ വധിക്കുമെന്ന് പറഞ്ഞ് സനകാദികൾ പിന്തിരിപ്പിച്ചു. ന്യസ്യസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്ത്വന്യൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈ ദ്യാദേശോധൃതാന്നലാസ്ത്രദക്ഷഗിതം സിന്ധും സുവക്ഷേപണാൽ ദൂരോത്സോരുത്സൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. അനന്തരം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രഗിരിയിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന അങ്ങ് ഗോകർണം വരെ സമുദ്രം വീണ്ടും മുക്കിയ ഭൂമിയെ കാണുകയും മഹർഷിമാരുടെ പ്രാർത്ഥനയനുസരിച്ച് അങ്ങ് സ്മരിച്ചു വരുത്തിയ ആഗ്നേയാസ്ത്രത്താൽ ചകിതമാക്കപ്പെട്ട സമുദ്രത്തെ സ്രുവമുപയോഗിച്ച് മാറ്റി നിർത്തി കേരളത്തെ ഉദ്ധരിച്ചു. ഭൃഗുകുലനാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സംരക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.